ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന് വലിയ സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ് കണ്ടെത്തൽ. 2 ബാങ്കുകളിൽ മാത്രം 1 കോടി രൂപയിലധികം ബാധ്യതയുണ്ടെന്ന് കണ്ടെത്തി. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് കോൺഗ്രസിന് വയനാട്ടിൽ തുടക്കമായത്. എന്തായാലും വലിയ സാമ്പത്തിക ബാധ്യത തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തുന്നു. വിശദാംശങ്ങൾ. രജീഷ്, തീർച്ചയായും പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിലാണ് NM വിജയന് 1 കോടി രൂപയിലധികം ബാധ്യത വിവിധ ബാങ്കുകളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഏത് ബാങ്കുകളിലാണെന്ന് സംബന്ധിച്ച വിശദവിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും 14ഓളം ബാങ്കുകളിൽ നിന്ന് പോലീസ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയിട്ടുണ്ട്. 10 ബാങ്കുകളിൽ വിജയന് ഇടപാടുണ്ടായിരുന്നതായിട്ടാണ് പ്രാഥമികമായ നിഗമനം ലഭിച്ചത്. അദ്ദേഹത്തിന് 10 ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റേതെങ്കിലും ബാങ്കുകളിൽ ഇത്തരത്തിൽ വായ്പ അദ്ദേഹം എടുത്തിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. 14 ബാങ്കുകളെ സംബന്ധിച്ച് ഒരു വിവരമാണ് കിട്ടിയിരിക്കുന്നത്. ഈ 2 ബാങ്കുകളിൽ നിന്നാണ് ഈ 1 കോടി രൂപയുടെ ബാധ്യത പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഏതൊക്കെ ബാങ്കുകളാണെന്ന് സംബന്ധിച്ച വിശദാംശം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മറ്റൊരു കാര്യം, ഈ NM വിജയൻ സാമ്പത്തിക ബാധ്യത കൊണ്ട് കൂടിയാണ് ഈ അത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് എത്തപ്പെട്ടതെന്ന CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആക്ഷേപം ശരിവെക്കുന്നതാണ് ഈ പോലീസിന്റെ കണ്ടെത്തൽ നിന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് കുടുംബ പ്രശ്നങ്ങളും ഈ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ട് എന്നാണെന്ന് കോൺഗ്രസിന്റെ ഒരു നിലപാട്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളും വലിയ തരത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഒടുവിലാണ് NM വിജയൻ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് എത്തപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ വിഷം നൽകി ആത്മഹത്യയിലേക്ക് എത്തിയതെന്ന പറഞ്ഞിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് എന്നത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് പോലീസിന്റെ ഈ പ്രാഥമിക അന്വേഷണത്തിൽ തിരിഞ്ഞ മനസ്സിലായ വിവരങ്ങൾ. എന്തായാലും ഇത് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇത് വലിയ ആയുധമാക്കി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പാണ്. സാമ്പത്തികമായ വലിയ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പണം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ വാങ്ങിയെന്നും അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഇദ്ദേഹം മകനും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ CPM ഉൾപ്പെടെ ആരോപിക്കുന്നത്. ആ ആരോപണങ്ങളെയൊക്കെ ശരിവെക്കുന്ന തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന കണ്ടെത്തലാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പോലീസ് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത ഇദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് ഒരു കാരണമായി എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. യുജീഷ്.